എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ദീപാവലി ഗ്രീറ്റിംഗ് കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് A4 പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. പകുതിക്ക് വെച്ച് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബ്ലൂ കളർ ബ്രഷ് പെൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സൈഡിൽ ഒരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു മെജന്ത കളർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഹാഫ് സർക്കിൾ പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. ഈ പേജിൻ്റെ ഓരോ കോർണറിലാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു 4 എണ്ണം വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ലൈന് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്രഷ് പെൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ലൈൻസ് കിട്ടും. ഇനി ഒരു യെല്ലോ കളർ സ്കെച്ച് പെൻ എടുത്തിട്ട് ഈ മെജന്തയുടെ ഇടയിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ ഇങ്ങനെ ഡോട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ദിയ ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ ദിയ വരയ്ക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ 2 കണ്ണിൻ്റെ ഷേപ്പ് പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 എഡ്ജും കൂടിയിട്ട് താഴെ ഒരു യു വരച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ദിയ വരയ്ക്കാൻ പറ്റും. ഇനി ആ മിഡിൽ പോയിന്റിൽ നിന്ന് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദിയ കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ ഇതിൻ്റെ ബോർഡറിലൊക്കെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ദിയ കളർ ചെയ്യാം. അപ്പം ഞാൻ ഈ തിരി കത്തി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ദിയയ്ക്ക് മണ്ണിൻ്റെ കളറാണ്. അപ്പോൾ നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. പിന്നെ ദിയയുടെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കളർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിയിലൊരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയമണ്ട് ഷേപ്സിലൊക്കെ വയലറ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്രൗൺ വെച്ചിട്ട് ഹാപ്പി ദിവാലി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഞാൻ ബ്രൗൺ വെച്ചിട്ട് എഴുതുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഞാനത് ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ആക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റിലുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മൊത്തമായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ കളർ വെച്ചിട്ട്. ഇനി ഈ ദിയയുടെ ചുറ്റിലുമായിട്ട് നമ്മൾ കുറച്ച് കളേഴ്സ് റാൻഡംലി കുറച്ച് കളേഴ്സ് എടുക്കുന്നുണ്ട്. പിങ്കും ഓറഞ്ചും ഗ്രീനും യെല്ലോവും ഒക്കെ ബ്ലൂ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ദിവാലി ഒന്ന് ബ്ലാക്കിനെ കൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കാർഡിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡിൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് നെക്സ്റ്റ് കാർഡ് ഉണ്ടാക്കാം.
അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഏകദേശം ഒരു മിഡിലായിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം മാസ്കിംഗ് ടേപ്പിൻ്റെ ആ ഒരു വട്ടം കൊണ്ടാണ് സെമി സർക്കിൾ വരയ്ക്കുന്നത്. ഇനി അതിൻ്റെ ചുറ്റിലുമായിട്ട് സെല്ലോ ടേപ്പിൻ്റെ റൗണ്ട് കൊണ്ട് ഹാഫ് സർക്കിൾസ് ഇങ്ങനെ ചുറ്റിലും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടാനാണ് ഞാൻ ഈ ചെയ്യുന്നത്. നിങ്ങളടുത്ത് കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ സെല്ലോ ടേപ്പിൻ്റെ റൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടും വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പിങ്ക് ബ്രഷ് പെൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് ആ ഷേപ്പിൻ്റെ മേലെയും വരണം, അതുപോലെ ഉള്ളിൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലും ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മളിത് ബ്രഷ് പെൻ വെച്ചിട്ട് പിങ്ക് ഒന്ന് വരച്ചു കൊടുക്കേണ്ടത്. ഇനി ആ പിങ്കിന് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്ലൂ വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ പോലെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡാഷ്, പിന്നെ ഒരു ഡോട്ട്, പിന്നെ ഒരു ഡാഷ്, അതുപോലെയാണ് ഇങ്ങനെ മൊത്തമായിട്ട് ഈ പേപ്പറിൻ്റെ എഡ്ജിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ബ്രൗൺ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒരു ദിയ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് ദിയ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് കഴിഞ്ഞ കാർഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിയ കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബ്ലൂവിൻ്റെ ബോർഡർ പോലെ ആയിട്ട് നമ്മൾ വയലറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ആ തീയുടെ നാളത്തിൻ്റെ ചുറ്റിലും നമ്മളിങ്ങനെ യെല്ലോ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വയലറ്റിൻ്റെ പുറത്തായിട്ട് നമ്മളിങ്ങനെ യെല്ലോ വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പേപ്പറിൻ്റെ കോർണേഴ്സിലും നമ്മൾ യെല്ലോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ 3 ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റെഡ് വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ റെഡിനെ കൊണ്ട് തന്നെ ദിയ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഹാപ്പി ദിവാലി എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് വെച്ചിട്ട്. പിന്നെ ഒരു യെല്ലോ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കാർഡ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. 2 കാർഡും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.